കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ മാന്യ സ്നേഹിതർക്ക് വന്ദനം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേൾക്കുവാൻ ദൈവം നമുക്കൊരു അവസരം കൂടെ തന്നിരിക്കുന്നു. സത്യമല്ലാത്തതും അംഗീകരിക്കാൻ പറ്റാത്തതുമായ ധാരാളം വാർത്തകൾ കേട്ടും വായിച്ചും പോകുകയാണല്ലോ നമ്മളിവിടെ. എന്നാൽ ഒരിക്കൽ പോലും മാറിപ്പോകാത്ത ദൈവവചനമാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്, ചിന്തിക്കാൻ പോകുന്നത്. മനുഷ്യൻ വായിക്കാൻ പഠിച്ചു, വിദ്യാഭ്യാസമുണ്ടായതുകൊണ്ട് വളരെ ഗുണങ്ങളുണ്ട്, അതോടൊപ്പം ദോഷങ്ങളുമുണ്ട്. നമ്മുടെ വീട്ടിൽ വരുന്ന വർത്തമാന പത്രങ്ങളിൽ വാർത്ത എന്ന് പറഞ്ഞു വരുന്നത് വാസ്തവത്തിൽ ഭൂരിപക്ഷത്തെ ബാധിക്കുന്ന വിഷയമല്ല. 100 കോടി മനുഷ്യരുടെ ഇടയിൽ 1-2 വ്യക്തികൾ കാട്ടിക്കൂട്ടിയ ഏതോ വിക്രിയകളോ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളോ ആണ് വലിയ വാർത്താ പ്രാധാന്യം കൊടുത്ത് നമ്മുടെ കൈകളിൽ രാവിലെ എത്തിക്കുന്നത്. ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ കൊന്നു, 1-2 പേര് ചേർന്ന് ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചു എന്നീ വാർത്തകൾ ഒരാഴ്ച ഫ്രണ്ട് പേജിൽ വന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ മുഴുവനും ചർച്ചയായി, അത് നമ്മൾ മുഴുവനും സംസാരിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് നമ്മളത് മറന്നു. അപ്പോഴേക്കും പത്രക്കാർ മറ്റൊരു വാർത്തയുമായി നമ്മുടെ മുമ്പിലെത്തി. നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിനെ കുറിച്ച് അതിശക്തമായ വാർത്തകൾ വന്നു. ഒരു കണക്കിന് ആ വാർത്തകൾ വന്നത് നന്നായി. കുറേ കാലത്തേക്കെങ്കിലും ഒരു വ്യത്യാസം വരുമല്ലോ. അത് കഴിഞ്ഞു. ഇനിയും അതിനകത്തെ മുഖ്യ കക്ഷികളായ ആ കുട്ടികളെയും ആ കുട്ടികളെ സംരക്ഷിച്ച ഉദ്യോഗസ്ഥന്മാരെയും ഉദ്യോഗസ്ഥകളെയും ഇനി എന്തു ചെയ്തു ഒന്നും നമുക്കറിയില്ല. അറസ്റ്റ് ചെയ്തു എന്നൊരു വാർത്ത വന്നു എന്നുള്ളത് ശരിയാണെങ്കിലും തുടർന്ന് എന്ത് സംഭവിച്ചു നമുക്കറിയില്ല. ആ വാർത്തയും നമ്മുടെ കണ്ണിൽ നിന്ന് പോയി. ഇതെല്ലാം ഒരർത്ഥത്തിൽ വായനക്കാർ വഞ്ചിക്കപ്പെടുന്നു എന്നത് സത്യമാണ്. നാം എപ്പോഴും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന നിലയിൽ ഒരു ന്യൂസ് നമ്മുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളത് അവരുടെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ ഇതാ ഒരിക്കൽ പോലും മാറ്റാൻ പറ്റാത്ത ദൈവവചനം നമ്മൾ അരമണിക്കൂർ ധ്യാനിക്കുന്നു. ഇത് സത്യമായതാണ്. ആകാശവും ഭൂമിയും മാറിയാലും മാറാത്തതാണ്. ഇത് ജീവനുള്ള വചനമാണ്. ഇത് ജീവൻ തരുന്ന വചനമാണ്. ഇത് സൗഖ്യമാക്കുന്ന വചനമാണ്. ഇത് ധൈര്യപ്പെടുത്തുന്ന വചനമാണ്. ഇത് ആശ്വസിപ്പിക്കുന്ന വചനമാണ്. ഇത് മുറിക്കുന്ന വചനവും മുറിവ് കെട്ടുന്ന വചനവുമാണ്. അതുകൊണ്ട് പത്രങ്ങൾ നമുക്ക് വായിക്കാതിരിക്കാൻ കഴിവില്ല. പക്ഷേ വചനം വായിക്കാൻ, വചനം ധ്യാനിക്കാൻ മറക്കരുത്. പത്രങ്ങൾ വായിക്കുന്നതിന് മുൻപ് വചനം വായിക്കാനും ധ്യാനിക്കുവാനും സമയം കണ്ടെത്തുക. ഇല്ല എങ്കിൽ നാം വഞ്ചിക്കപ്പെടും. ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം. നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളെ ഇതിനുവേണ്ടി വിളിക്കുക, സുഹൃത്തുക്കളെ വിളിക്കുക, നിങ്ങളുടെ ടെലിവിഷനിലേക്ക് മറ്റുള്ളവരെ കൂടെ വിളിക്കുക. വചനം കേൾക്കാൻ മറക്കരുത്. ഇന്ന് ഞാനൊരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. മനസ്സ് മടുത്ത ഒരു മനുഷ്യൻ. എന്താ മനസ്സ് മടുക്കുക എന്ന് പറഞ്ഞാൽ? മനുഷ്യന് ശരീരവും മനസ്സും ഉണ്ട് എന്ന കാര്യം നിങ്ങൾ അംഗീകരിക്കും. ശരീരം മാത്രമല്ല മനുഷ്യനുള്ളത്. എന്നാൽ ഞങ്ങൾ മൂന്നാമതൊരു ഭാഗവും കൂടെ പഠിപ്പിക്കുന്നുണ്ട്. അത് ആത്മാവാണ്. ശരീരം കൈയും കാലും ഉടലും തലയും കണ്ണും ചെവിയും എല്ലാം ഉൾപ്പെട്ടതാണ് ശരീരം. മനസ്സ് ഇതിൻ്റെ ഉള്ളിൽ ഇതിനെയെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഭാഗമാണ്. അതിനുമപ്പുറത്ത് ആത്മാവ് നിലകൊള്ളുന്നു.
ഇതെന്താണ് വ്യത്യാസം? ഇതെങ്ങനെ തിരിച്ചറിയും? ശരീരം ലോകത്തെ അറിയുന്നു, ലോകത്തോട് ബന്ധപ്പെടുന്നു. മനസ്സ് സ്വയം അറിയുന്നു, സ്വയത്തോട് ബന്ധപ്പെടുന്നു. എന്നെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സ് തരുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകൾ ആത്മാവ് തരുന്നു. ദൈവത്തോട് ബന്ധപ്പെടുന്നത് ആത്മാവ്, സ്വയബോധം തരുന്നത് മനസ്സ്, ലോകത്തെക്കുറിച്ച് ബോധം തരുന്നത് ശരീരം. പക്ഷേ ആത്മീയമായി ഇതിനെ വിലയിരുത്തുമ്പോൾ ഇതിനെ രണ്ടിനെയും കൺട്രോൾ ചെയ്തുകൊണ്ട് നടുവിൽ നിലകൊള്ളുന്ന കക്ഷി മനസ്സാണ്. മനസ്സ് മടുത്താൽ എല്ലാം തീർന്നു. ശരീരം തളർന്നാലും മനസ്സ് തളർന്നിട്ടില്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതുകൊണ്ടാണ് രണ്ട് കാലുമില്ലാത്ത ആളുകളും ഈ സമൂഹത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. രണ്ട് കണ്ണുമില്ലാത്ത ആളുകൾ വിലപ്പെട്ട കവിതകൾ ലോകത്തിന് നൽകിയിട്ടുണ്ട്. എന്താണ് കാരണം? അവരുടെ മനസ്സ് ശക്തമായിരുന്നു. ശരീരം ബലഹീനമായ ആളുകൾ ഈ സമൂഹത്തിൽ വളരെ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് ശക്തമായൊരു മനസ്സുണ്ടായിരുന്നു. പക്ഷേ ശരീരത്തിന് എല്ലാ ആരോഗ്യം ഉണ്ടായിട്ടും, ഇഷ്ടം പോലെ പണം ഉണ്ടായിട്ടും, മനസ്സ് ബലഹീനമായതിനാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ധാരാളം ആളുകളുണ്ട്. മനസ്സ് മടുക്കുക എന്നൊരു സ്ഥിതി വിശേഷം മനുഷ്യർക്കുണ്ടാകും. ഈ നാളുകളായി ഞങ്ങളുടെ സുവിശേഷ പ്രസംഗം ശ്രദ്ധിക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളെപ്പോഴെങ്കിലും മനസ്സ് മടുത്തിട്ടുണ്ടോ? ഇന്ന് ഈ വചനം കേൾക്കുന്നവരിൽ എത്ര പേർ മനസ്സ് മടുത്തിട്ടുണ്ട്? മനസ്സ് മടുത്താൽ എങ്ങനെ അറിയാം? മനസ്സ് മടുത്താൽ അവരുടെ മുഖത്ത് നോക്കിയാൽ അറിയാം. മനസ്സ് മടുത്താൽ അവർക്ക് ഭക്ഷണം കഴിക്കണമെന്ന് താല്പര്യമില്ല, പ്രതീക്ഷകളൊന്നുമില്ല, കുറ്റബോധം മാത്രമേ ഉള്ളൂ, പരാജയ ചിന്തകളേ ഉള്ളൂ. ഇതിനെന്തെങ്കിലും മരുന്നുണ്ടോ? ഉണ്ട്. അതാണ് നമ്മുടെ ചിന്താവിഷയം. ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി ഞങ്ങളെ ഫോൺ ചെയ്തു. അവർക്കൊരു കൗൺസിലിംഗ് ആവശ്യമുണ്ട്. അവർ വിളിച്ചിട്ട്, അല്പ പരിചയമുള്ള കുടുംബമാണ്, അല്പമല്ല നല്ല പരിചയമുണ്ട്. വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മടുത്തു എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് മടുത്തു? ജീവിതം മടുത്തു. നിനക്കിപ്പോൾ എത്ര വയസ്സുണ്ട്? 30 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 6 വർഷമായി. 6 വർഷം കൊണ്ട് മടുത്തോ? മടുത്തു. നിങ്ങളുടെ വിവാഹം എങ്ങനെയുള്ള വിവാഹമായിരുന്നു? സ്നേഹിച്ചുള്ള വിവാഹമായിരുന്നു. ബസ്സിൽ ഡ്രൈവറായി പോയ ഒരു സുഹൃത്ത്, അതേ ബസ്സിൽ പഠിക്കാൻ പോയൊരു പെൺകുട്ടി, ഇവർ രണ്ടും കൂടെ വിവാഹം ചെയ്തു. കുഴപ്പമില്ല, അങ്ങനെയൊക്കെ സംഭവിക്കാമല്ലോ. മനുഷ്യനൊരു വിവാഹമേ ഉള്ളൂ. സ്നേഹിക്കുന്ന പെൺകുട്ടിയെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. അത് ചിലപ്പോൾ കുടുംബത്തിന് യോജിച്ചില്ലെന്ന് വരും, വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും, നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും, അപ്പനും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്. എന്നാലും വ്യക്തിപരമായി ഞാൻ പല കേസുകൾ കൈകാര്യം ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒരു വിവാഹമേ ഒരാൾക്കുള്ളൂ. അത് അവൻ ഇഷ്ടപ്പെട്ട് അവൻ സ്നേഹിച്ച കുട്ടിയെ തന്നെ കഴിച്ചേക്കാമെങ്കിൽ അവർക്കെങ്കിലും സമാധാനമായിട്ട് ജീവിക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി അതെല്ലാം വെട്ടിമുറിച്ച് ഒരു പുതിയ സംവിധാനത്തിലേക്ക് പോയാൽ അവനും കഴിയും, അവളും കഴിയും, നമ്മളും കഴിയും. അതെൻ്റെ വിഷയമല്ല, ഞാൻ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അതിനെക്കുറിച്ച് പിന്നീട് പറയാം. നമ്മൾ തുടർച്ചയായി ദൈവവചനം സംസാരിക്കുമ്പോൾ ഇതെല്ലാം വരും. ഒരു യൗവനക്കാരനൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി, അവർ തമ്മിൽ വാക്ക് പറഞ്ഞെങ്കിൽ നിങ്ങളിനി അതിനിടെ വഴക്കുണ്ടാക്കിയാൽ നിങ്ങൾ കൊഴിയും. പോട്ടെ, ഇങ്ങനെ വിവാഹം കഴിച്ചതാണിവർ. പക്ഷേ ഇതിൻ്റെയൊക്കെ റിസൾട്ട് കൂടെ പറയാം. പല പല വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഒരു സത്യം അങ്ങ് പറയാം. മിക്കവാറും ഇങ്ങനെയുള്ള വിവാഹങ്ങളൊക്കെ പിന്നീട് വലിയ കുഴപ്പത്തിലാണ് കണ്ടത്. അവരുടെ സ്നേഹം എല്ലാം വിവാഹത്തിന് മുമ്പായിരുന്നു. കത്തുകളിലൂടെ ഭയങ്കര സ്നേഹമുണ്ടായിരുന്നു, ഫോണിൽ കൂടെ ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞപ്പോൾ ആ സ്നേഹം കാണുന്നില്ല. 80% ഇത് പരാജയമാണ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് തീരുമാനിച്ചാട്ടെ. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ കുട്ടി ഫോൺ ചെയ്തിട്ട് പറയുകയാണ് മടുത്തെന്ന്.
ഈ കുട്ടി ആ ദിവസങ്ങളിൽ സ്കൂളിലും കോളേജിലും പോണത് ഇവനെ കാണാൻ വേണ്ടി മാത്രമായിരുന്നു. ബസ്സിൻ്റെ ആ ഫ്രണ്ടിലത്തെ പെട്ടിയുടെ ടൂൾസ് ബോക്സിൻ്റെ അവിടെ പോയിരിക്കും. ഈ വണ്ടി ഓടിക്കുന്ന കൂട്ടത്തിൽ ഈ പയ്യനെ കാണുക, വർത്തമാനം പറയുക, ചിരിക്കുക. അത് ഒരു വലിയ സ്വപ്നമായിരുന്നു. അതോടുകൂടെ പഠിത്തം ഉഴപ്പി. കോളേജിൽ പോയിരുന്നാൽ തിരിച്ച് ഈ ബസ്സിലൊന്ന് കയറുന്ന ചിന്ത മാത്രമേ ഉള്ളൂ. എന്തൊരു സ്വപ്നം. പിറ്റേ ദിവസം വീട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങുന്നു, ഉറക്കം വരുന്നില്ല. നേരം വെളുത്ത ബസ്സിലൊന്ന് കയറിയാൽ മതി. ഒരു ഡ്രൈവർ 10 ദിവസം വണ്ടി ഓടിച്ചിട്ട് ലീവ് എടുക്കാറുണ്ട്. പക്ഷേ ഈ ഡ്രൈവർ ലീവ് എടുക്കുന്നില്ല. കാരണം ഈ കുട്ടി വരുന്നത് കൊണ്ട്. ഇതാണ് പ്രേമത്തിൻ്റെ ശക്തി. പക്ഷേ 6 വർഷം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി മടുത്തു എന്ന്. എന്ത് മടുത്തു? ജീവിതം മടുത്തു, മനസ്സ് മടുത്തിയ ഒരു പെൺകുട്ടി. ഞാനൊരു സുവിശേഷകനാണ്, എനിക്ക് ബൈബിൾ വിട്ട് ഒരു കൗൺസിലിങ്ങും ഇല്ല. ഞാൻ പറഞ്ഞു, മോളെ നീ ഇപ്പം എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ്. ഞാൻ പറഞ്ഞു, എങ്കിൽ കാര്യങ്ങൾ കുഴഞ്ഞു. നീ നിന്നെ വിവാഹം കഴിച്ച് വിട്ട വീട്ടിൽ നിന്നല്ലേ ഇപ്പം വിളിക്കുന്നത്? അല്ല, എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന്. എത്ര ദിവസമായി? 5 ദിവസമായി. നീ എന്താ ആദ്യം വിളിക്കാഞ്ഞത്? ഞാൻ എനിക്ക് പേടിയായിട്ടാണ് വിളിക്കാൻ. ഓക്കെ, നീ പറഞ്ഞിട്ടാണോ പോയത്? അല്ല, പിണങ്ങിപ്പോന്നതാണ്. നീ ബൈബിൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാൽ ബൈബിൾ തുറക്ക്. ടെലഫോൺ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ബൈബിൾ എടുക്കാൻ പറഞ്ഞു. വിശുദ്ധ ബൈബിളിലെ പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ വായിക്കാൻ പറഞ്ഞു. വായിച്ചപ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. ഏതെങ്കിലും ഒരു ഭർത്താവ് വചന വ്യവസ്ഥ തെറ്റിച്ച് തോന്നിയവാസിയായി ജീവിക്കുന്നു എന്ന് കണ്ടാൽ ബുദ്ധിയുള്ള സ്ത്രീകൾ സൗമ്യതയോടുകൂടെ അവരോട് പെരുമാറി അവരെ നേർവഴിക്ക് നടത്തേണ്ടതാകുന്നു എന്നവിടെ എഴുതി വച്ചിരിക്കുന്നു. ഈ ഭാഗം ഈ കുട്ടിയെ കൊണ്ട് ഞാൻ വായിപ്പിച്ചു. ഞാൻ പറഞ്ഞു, കുഞ്ഞെ, സഹോദരി, നിനക്കിത് വിശ്വസിക്കാമോ? അവളൊന്നും മിണ്ടുന്നില്ല. നീ ഇത് പരീക്ഷിച്ച് നോക്കിയോ? ഭർത്താവിൻ്റെ ജീവിതത്തിൻ്റെ പിശകുകളെ നിന്റെ പിണക്കുകൊണ്ടല്ല തിരുത്തേണ്ടത്, നിന്റെ സ്വഭാവശുദ്ധി കൊണ്ടും സൗമ്യതയും സ്നേഹവും നിറഞ്ഞ പെരുമാറ്റം കൊണ്ടും അവനെ നേർവഴിക്ക് തിരിക്കാനുള്ള ഇൻഫ്ലുവൻസ്, സ്വാധീന ശക്തി സ്ത്രീകൾക്ക് സൃഷ്ടാവ് കൊടുത്തിട്ടുണ്ടെന്ന്. സ്ത്രീകൾക്ക് അങ്ങനെ കഴിവ് ദൈവം വെച്ചിട്ടുണ്ട്, പുരുഷനെ സ്വാധീനിക്കാനുള്ള. അത് തെറ്റായി ഉപയോഗിക്കരുത്, നന്നായി ഉപയോഗിക്കണം. കണ്ടോ, മനസ്സുമടുത്തൊരു പെൺകുട്ടി. ദൈവം തമ്പുരാൻ്റെ കരുണയാൽ ഞങ്ങളൊരു ചെറിയ ഹെൽപ്പ് ചെയ്തു. ആ കുടുംബം പിരിഞ്ഞു പോകാതെ ഒന്നാക്കി തീർത്തു. ഞങ്ങൾ പോയില്ല, കാരണം അങ്ങനെയല്ല അതിൻ്റെ റൂട്ട്. പറഞ്ഞു മനസ്സിലാക്കി. വന്നൊന്ന് വീണ്ടും യോജിപ്പിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വന്നാൽ നിങ്ങളുടെ കൂടെ എനിക്ക് താമസിക്കാൻ പറ്റില്ല, എനിക്ക് വേറെ ജോലിയുണ്ട്. ജീവിക്കുന്നത് നിങ്ങളാണ്. തെറ്റുതിരുത്തുക, റിസ്ക് എടുക്കാൻ തയ്യാറാകുക. ജീവിതം ഒരു ദിവസം കൊണ്ട് തീരത്തില്ല. വളരെ പ്രാർത്ഥിച്ചു. ആ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇന്ന് അവർ സന്തോഷമായി ജീവിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ എത്ര പേരും അടുത്തവരുണ്ട്? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ മറ്റൊരു ദൈവദാസൻ്റെ അടുക്കൽ ഒരു സ്ത്രീ കയറി ചെന്നു. അവർ പറഞ്ഞത്, നിങ്ങളുടെ ടെലിവിഷൻ പ്രസംഗം കേട്ടിട്ട് ഞങ്ങൾ വന്നതാണ്. ആ സ്ത്രീ പറഞ്ഞു, 70 ലക്ഷം രൂപ സ്ത്രീധനം കൊടുത്താണ് എന്നെ കെട്ടിച്ചത്. 70 ലക്ഷം. സാറേ, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീടിൻ്റെ 2ാമത്തെ നിലയിലെ ഫോർട്ടിക്കോയിൽ നിന്ന് നോക്കുമ്പോൾ അന്ധനായ ഒരു മനുഷ്യനെ, ഒരു ഭിക്ഷക്കാരനെ കയ്യിൽ പിടിച്ചുകൊണ്ടൊരു സ്ത്രീ, അയാളുടെ ഭാര്യ ആയിരിക്കും, പിടിച്ചുകൊണ്ടൊരു മൂളിപ്പാട്ടും പാടി ഞങ്ങളുടെ ഗേറ്റ് കടന്നു വന്നു. വീടിൻ്റെ വാതുക്ക വന്ന് ബെല്ലടിച്ചു. ഞാൻ മുകളിൽ നിൽക്കുകയാണ്. ഞങ്ങളുടെ വേലക്കാരത്തി ചെന്ന പാത്രത്തിലേക്ക് അല്പം പൈസ ഇട്ട് കൊടുത്തു. ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് ആ കണ്ണു കാണാത്ത മനുഷ്യൻ്റെ കയ്യെ പിടിച്ച് കിന്നാരം പറഞ്ഞ് നടന്നു പോകുന്നത് കണ്ടപ്പോൾ, എൻ്റെ ദൈവമേ, ആ സ്ത്രീയുടെ ഭാഗ്യം പോലും എനിക്ക് കിട്ടിയില്ലല്ലോ, എനിക്ക് അതുപോലെ ഒരു ഭർത്താവിനെ മതിയായിരുന്നു എന്ന് 70 ലക്ഷം രൂപ സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചു വിട്ട പെണ്ണ്
മാളിക മുറിയുടെ മുകളിൽ നിന്നുകൊണ്ട് വിലപിക്കുന്ന കാര്യം സുവിശേഷകന്മാരായി ഞങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ. മനസ്സുമടുത്ത ധാരാളം കോടീശ്വരന്മാർ ഈ രാജ്യത്തുണ്ട്. ഞങ്ങളൊരു സത്യം പറയാം, പണം കൊണ്ട് മനുഷ്യന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. നിങ്ങൾ മനസ്സുമടുത്ത ആളാണോ എങ്കിൽ മനസ്സുമടുത്ത ഒരാളെ ഞാൻ ബൈബിളിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം ഞാൻ വായിക്കുന്നു. ഏലിയാവ് ചെയ്തതൊക്കെയും അവൻ സകല പ്രവാചകന്മാരെയും വാൾകൊണ്ട് കൊന്ന വിവരമൊക്കെയും ആഹാബ് ഇസബേലിനോട് പറഞ്ഞു. ഇസബേൽ ഏലിയാവിൻ്റെ അടുക്കൽ ഒരു ദൂതനെ അയച്ചു. നാളെ ഈ നേരത്ത് ഞാൻ നിന്റെ ജീവനെ അവരിൽ ഒരുത്തനെ പോലെ ആക്കുന്നില്ല എങ്കിൽ ദേവന്മാർ എന്നോട് തക്കവണ്ണവും അധികവും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ട് യഹൂദയ്ക്കുൾപ്പെട്ട ബേർശേബയിൽ ചെന്ന് അവിടെ തൻ്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന ഒരു ചൂരച്ചെടിയുടെ തണലിലിരുന്ന് മരിപ്പാനിച്ഛിച്ചു. ശ്രദ്ധിക്കണേ, ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു പ്രവാചകൻ മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഇയാളൊരു ദൈവഭക്തനാണ്, ദൈവം ഉണ്ടെന്ന് ഇയാൾക്കറിയാം. ഇയാൾ ദൈവത്തോട് സംസാരിക്കുന്നവനാണ്. അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തെന്നറിയാമോ? വിഷം കഴിച്ചില്ല, പൊട്ടാസ്യം സൈനൈഡ് കഴിച്ചില്ല. ട്രെയിൻ പാളത്തെ തലവെച്ചില്ല, ഫാനിൽ തൂങ്ങിയില്ല. ഇയാള് ദൈവത്തോട് പറഞ്ഞ് എന്നെ അങ്ങ് കൊന്നേക്കാം, ദൈവമേ എൻ്റെ ജീവനെ അങ്ങ് എടുത്തോണേ. അയാൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അയാൾ ജീവിതം എടുത്തു. എൻ്റെ ജീവനെ അങ്ങ് എടുക്കണേ. അത് കഴിഞ്ഞ് അയാൾ പറയുന്നൊരു വാക്ക് ശ്രദ്ധിക്കുക, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനൊന്നും അല്ലല്ലോ. എനിക്ക് നിങ്ങളോട് വളരെ പറയാനുണ്ട്. ഈ മനുഷ്യൻ ആരാണെന്നറിയാമോ? ലോകം കണ്ടതിലേക്കും ശക്തനായൊരു മനുഷ്യനാണ്. ഇയാളെക്കുറിച്ച് ബൈബിളിലെ മറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കണമോ? ശ്രദ്ധിച്ച് കേൾക്കുക. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. വളരെ വലിയ വിഷയമാണ്. പക്ഷെ ഇന്ന് ഈ സന്ദേശത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മനസ്സ് മടുക്കുന്നതിന് പൊസിഷൻ വിഷയമല്ല, പ്രായ വിഷയമല്ല. പുരോഹിതനും രാജാവും ലക്ഷാധിപതിയും ലക്ഷം വീട്ടിൽ താമസിക്കുന്നവനും ഒക്കെ മനസ്സ് മടുക്കും. മനസ്സുള്ളവർക്കൊക്കെ മനസ്സ് മടുക്കും. ജീവിതത്തിൽ ഒരിക്കൽ പോലും മനസ്സ് മടുക്കാത്ത ആരുമില്ല. അതിന് ഏത് വീട്ടിൽ ജനിച്ചാലും പ്രശ്നമൊന്നുമില്ല, പണം ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. മനസ്സ് മടുക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ടാവും. ഓക്കെ, ഇയാൾ മനസ്സ് മടുത്തത് എന്തുകൊണ്ടാണ്? ഉത്തരം, ഒരു ന്യൂസ് കേട്ടിട്ടാണ്. എന്താണ് ആ ന്യൂസ്? സ്ഥലത്തെ ഒരു പ്രമുഖ കോടീശ്വരിയായ ഒരു സ്ത്രീയെ ഒരാളെ വിട്ട് പറയിപ്പിച്ചിരിക്കുക, നാളെ നിന്നെ കൊല്ലുമെന്ന്. അതായത് ഈ പ്രവാചകൻ 24 മണിക്കൂർ ഇനി ലൈഫ് ഉള്ളെന്ന് ഒരു സ്ത്രീ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഈ മനുഷ്യൻ പറയുക, ആ 24 വേണ്ട, അതിനു മുമ്പ് മരിച്ചേക്കാം. ഇയാൾ ആരാണെന്നറിയാമോ? ഇയാൾ അപാര കരുത്തനായ ഒരു മനുഷ്യനാണ്. ഇയാളുടെ മുമ്പിലൊന്നും ആരും നിൽക്കില്ല, അത്ര തൻ്റെ ഇടമുള്ള മനുഷ്യൻ. പക്ഷെ ഒരു ദുർബല നിമിഷത്തിൽ ഏത് വലിയവനും പതറിപ്പോവും. ഇവിടെ ഈ മനുഷ്യൻ പേടിച്ചു. എങ്ങനെ പേടിച്ചു? ഒരു സ്ത്രീയുടെ വാക്ക്. ഒന്ന് ചിന്തിച്ചാൽ മതി, നാളെ ഈ നേരത്ത് നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ മനുഷ്യ ബോധമുള്ളവനാണ് ഈ നേരത്ത് പിന്നെ ഇവിടെ നിൽക്കുമോ? അവൻ എവിടെയെങ്കിലും പോയി ഒളിക്കില്ലേ? അപ്പോൾ കറക്റ്റ് ടൈം പറയുമ്പോഴേ തീരുമാനിച്ചോളം കൊല്ലാനല്ലെന്ന്. അത് പേടിപ്പിക്കുന്ന ഒരു കടലാസ് പുലിയാണത്. പക്ഷെ ഇതൊക്കെ അറിയാം, സൈക്കോളജി അറിയാൻ മേലാത്ത ആളൊന്നും അല്ല ഏലിയാവ്. പക്ഷേ ചിന്താശക്തി പോലും നഷ്ടപ്പെട്ടു പോയി. ടെൻഷൻ വന്നു കഴിയുമ്പോൾ, മനസ്സ് മടുത്ത് കഴിയുമ്പോൾ, ആകുല ചിന്ത വന്നു കഴിയുമ്പോൾ, ഭയം വന്നു കഴിയുമ്പോൾ നമ്മുടെ തലയ്ക്ക് വെളിവില്ലുണ്ടോ? നമുക്ക് കണ്ണ് കാണൂല, പിന്നെ ചെവിയും കേൾക്കൂല, പിന്നെ എന്തൊക്കെയോ ചിന്തിക്കുക. നോക്കണേ, ഒരു കരുത്തനായ മനുഷ്യൻ ഓടുന്ന കണ്ടോ? ഓടുക. പലരും ചോദിച്ചു, അയ്യോ നിങ്ങൾ വലിയ മനുഷ്യനല്ലേ എല്ലാം ഓടുന്നത്? ഒന്നുമില്ല, ഞാനൊന്ന് ഓടുക. ആരോട് പറഞ്ഞില്ല, അയാൾ ഓടി.
അയാളുടെ ജോലിക്കാരാണ്, 1-2 സർവൻസ് ഉണ്ട് പുള്ളിക്ക്, വിശ്വസ്തരായ ആളുകളാണ്. അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ പോരണ്ട, ഞാൻ എനിക്ക് ഒറ്റയ്ക്ക്. എന്താ കാണിക്കുന്നത് അറിയോ? ജീവിതം മടുത്തു കഴിയുമ്പോൾ ഏകാന്തത ഇഷ്ടപ്പെടും. ജീവിതം മടുത്തു കഴിയുമ്പോൾ ഭാര്യ വേണ്ട, മക്കൾ വേണ്ട, ആരുടെയും മുഖം എനിക്ക് കാണണ്ട, എനിക്കൊന്ന് ഒറ്റയ്ക്കിരിക്കണം തോന്നുക. കണ്ടോ, ഈ ഒറ്റയ്ക്കിരിക്കണം ചിന്തിച്ചാൽ പിന്നെ അടുത്ത ചിന്ത എന്താണെന്നറിയാമോ? ആത്മഹത്യ. ആളുകളിൽ നിന്ന് അകലുന്നവൻ ആത്മഹത്യയോട് അടുക്കുന്നു. എഴുതി വെച്ചോളൂ. സമൂഹത്തിൽ നിന്ന് അകലുന്നവൻ ആത്മഹത്യയോട് അടുക്കുകയാണവൻ. നിങ്ങൾക്ക് അങ്ങനെയുള്ളവരെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരെ നിങ്ങൾ വാച്ച് ചെയ്യണം. എന്നിട്ട് അവരുടെ മനസ്സ് ഒന്ന് തുറപ്പിക്കാൻ ശ്രമിക്കണം. അവരെ കൊണ്ടിരുന്ന് പറയിപ്പിക്കണം. ഷെയർ ചെയ്യാൻ അവസരം ഉണ്ടാക്കിയാൽ ആത്മഹത്യ ചെയ്യില്ല. ഞങ്ങൾക്ക് അനേകരെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, മനസ്സ് മടുക്കുമ്പോൾ മനുഷ്യൻ പലതും ചിന്തിക്കുന്നു. ഇവൻ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു, ഏകാന്തത ഇഷ്ടപ്പെടുന്നു, അടുത്തത് ആത്മഹത്യയാണ്. അവനോട് ചെന്നിട്ട് ഇങ്ങനെ പറയുക, എൻ്റെ ദൈവം എന്നെ അങ്ങ് എടുത്തോണേ. അടുത്ത ചിന്ത, എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ. ഇതിൻ്റെ പേരെന്നാണെന്നറിയാമോ? അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. എന്താണത്? കഷ്ടകാലം വരുമ്പം ബലഹീനതകളെല്ലാം ഓർക്കും, നല്ലതൊക്കെ മറക്കും. ഈ മനുഷ്യൻ പറയാ, ഞങ്ങളുടെ കുടുംബക്കാരും അത്ര വലിയ മിടുക്കന്മാരൊന്നും അല്ല, ഞാനും അല്ല, അവരെക്കാൾ ഞാൻ നല്ലവനല്ല, അവരും നല്ലവനല്ല. അപ്പോൾ ഒരു 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 തലവേദന വന്നാൽ ഉടനെ ചിന്തിക്കുന്നത് എന്നാണെന്നറിയോ? എൻ്റെ അമ്മയുടെ ആങ്ങള തലവേദന വന്നാൽ മരിച്ചത്. നടുവേദന വന്നാൽ ഉടനെ ചിന്തിക്കുക എന്നാണെന്നറിയോ? എൻ്റെ അപ്പൻ്റെ അനിയൻ്റെ മകൻ നടുവേദന വന്ന് 6 കൊല്ലം തളർന്നു കിടന്നതാണ്. പെട്ടെന്ന് നമ്മൾ നെഗറ്റീവ് ചിന്തയിലേക്ക് പോകും. കഷ്ടകാലം വരുമ്പോൾ പരാജയങ്ങളെല്ലാം ഓർമ്മ വരും. അവരാരും നല്ലതല്ല എന്നാണ് അവൻ ചിന്തിച്ചത്. പക്ഷേ എനിക്കൊരു ഗുഡ് ന്യൂസ് നിങ്ങളോട് പറയാനുണ്ട്. ഇവൻ ദൈവത്തോടാണ് ഇതൊക്കെ പറഞ്ഞത്. ഈ മനുഷ്യൻ ദൈവത്തോടാണിത് പറഞ്ഞത്. അവൻ ചെന്ന് ദൈവത്തെ വിളിച്ചു, കർത്താവേ, ദൈവമേ, ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്കിനി 1 മിനിറ്റ് പോലും ജീവിക്കണ്ട, 24 മണിക്കൂറിനുള്ളിൽ എന്നെ കൊല്ലും, അതിനു മുമ്പ് എന്നെ അങ്ങ് എടുത്തോണം. നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? ഞാൻ നിങ്ങൾക്കൊരു ചാൻസ് തരാം. നിങ്ങൾ ദൈവത്തോട് പറ, കർത്താവേ, ഈ ജീവൻ നീ തന്നതല്ലേ, അതുകൊണ്ട് നീ അങ്ങ് എടുത്തോണം. നിങ്ങൾക്കത് എടുക്കാൻ എന്താ അവകാശം? നിങ്ങൾക്ക് കയറ് കഴുത്തെ കെട്ടാൻ ആരവകാശം തന്നു? ഈ ജീവൻ നിങ്ങൾക്ക് തന്നത് ദൈവമാണെങ്കിൽ ദൈവത്തോട് പറ. ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹമുള്ളവരെല്ലാം ഒരു മുറി അടച്ചിട്ട് ദൈവത്തോട് പറ, കർത്താവേ, എൻ്റെ ജീവനെ അങ്ങ് എടുത്തോളാൻ. നിശ്ചയമായിട്ടും ദൈവം നിങ്ങൾക്കൊരു ആൻസർ തരും. നോക്കൂ, ഈ മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, എന്നെ അങ്ങ് എടുക്കണേ. ഉടനെ ദൈവം എന്ത് ചെയ്യുന്നറിയാവോ? ശ്രദ്ധിച്ചോണം, വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ്. അവൻ ഇങ്ങനെ പറഞ്ഞിട്ട് കിടക്കുമ്പോൾ ദൈവത്തിന് ഒരു ദൂതൻ വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക എന്ന് അവനോട് പറഞ്ഞു. ദൈവത്തോടാണ് അവൻ ഇത് പറഞ്ഞത്. ദൈവത്തിൻ്റെ ഒരു ദൂതൻ വന്നവനെ തട്ടി. സഹോദരീ സഹോദരന്മാരെ, എനിക്കൊരു അതിമനോഹരമായ സന്ദേശം നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങളുടെ അമ്മ നിങ്ങളെ തട്ടിയാൽ നിങ്ങൾക്ക് സന്തോഷമാണോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങളുടെ അമ്മ നിങ്ങളെ തട്ടിയ രംഗം? നിങ്ങൾക്ക് ഓർമ്മയില്ല. ഒരു മാതാവ് ഒരു കുഞ്ഞിന് തന്നിട്ടുള്ളതിലേക്ക് ഏറ്റവും വിലപ്പെട്ട സംഭാവനയാണ് പുറത്തിങ്ങനെ തട്ടുക. പാല് കുടിച്ചിട്ട് ഛർദ്ദിക്കുന്ന കുഞ്ഞുങ്ങളോട് ഡോക്ടർ പറയുന്നത് എന്നാണെന്നറിയാവോ? അമ്മയോട് പറ, പുറത്ത് കിടത്തിയിട്ട് തട്ടാൻ. ഇതിൻ്റെ പേരാണ് പോസിറ്റീവ് സ്ട്രോക്ക്. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ മനസ്സുമടുത്തിയ മനുഷ്യനൊരു പോസിറ്റീവ് സ്ട്രോക്കാണ് കൊടുത്തത്, തട്ടി. ഇന്ന് ഈ വചനം നിങ്ങളുടെ മനസ്സിനൊരു ആശ്വാസം തരികയാണ്. ഇന്ന് ഈ വചനം നിങ്ങളെ തട്ടുകയാണ്. മരിക്കണ്ട, കള്ളു കുടിക്കണ്ട, കഞ്ചാവ് വലിക്കണ്ട, ഭാര്യയോട് പിണങ്ങണ്ട, വീട് വിട്ടു പോകണ്ട, ദൈവസന്നിധിയിൽ മുട്ടുമടക്ക്, ദൈവം നിന്നെ സഹായിക്കും. മനസ്സുമടുക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നു. വീണ്ടും അതിനോട് ബന്ധപ്പെട്ട ഒരു ചിന്ത പങ്കിടുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം
2 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെത്സൈദ എന്ന എബ്രായ പേരുള്ളൊരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയ ഒരു കൂട്ടം കിടന്നിരുന്നു. ഇവിടെ ഒരു ദൂതൻ വരികയും വെള്ളം കലക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ഒരു അത്ഭുത സൗഖ്യമുണ്ടെന്ന് ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു. 5-ാമത്തെ വാക്യം. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. വാക്യം 5-6 ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുന്നു. എന്നാൽ 38 വർഷം രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, അനുഗ്രഹീതമായ ഈ ദിവസത്തിനായിട്ട് സ്തോത്രം. അവിടുത്തെ വചനം ഞങ്ങൾ ധ്യാനിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾക്ക് നൽകണമേ. പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി യേശുവിൻ്റെ നാമത്തിലടിയൻ പ്രാർത്ഥിക്കുന്നു. ശാരീരികമോ മാനസികമായ യാതൊരു പ്രശ്നങ്ങളാലും തിരുവചനം ഗ്രഹിക്കാൻ കഴിയാതെ വരരുത്. പരിശുദ്ധാത്മാവരെ സഹായിക്കണം. ഓരോ വീട്ടിലും ദൈവത്തിൻ്റെ കൃപയുണ്ടാകണമേ. അവരെല്ലാം അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. മനസ്സുമടുത്ത മറ്റൊരു മനുഷ്യനെ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നു. ഈ മനുഷ്യൻ ഒരു തളർവാദ രോഗിയാണ്. 38 വർഷമായിട്ട് ഇദ്ദേഹം തളർന്ന് കിടക്കുകയാണ്. ഒരു മരുന്നും ഇദ്ദേഹത്തിന് വേണ്ടി ഭൂമിയിൽ ലഭ്യമല്ല. അങ്ങനെ തളർന്ന ഈ മനുഷ്യനെ യേശു കണ്ടുമുട്ടുന്നു. ഇദ്ദേഹത്തിൻ്റെ തളർച്ച, ഇദ്ദേഹത്തിൻ്റെ രോഗം, ഇദ്ദേഹത്തിൻ്റെ ബലഹീനത ഇതെല്ലാം വളരെ കഠിനമാണ്. ശരീരം തളർന്നാൽ അത് മനസ്സിനെ ബാധിക്കും. എന്നാൽ മനസ്സ് തളർന്നാൽ അത് അതിനേക്കാൾ ഭയങ്കരമാണ്. പല കാരണങ്ങളാൽ മനസ്സ് തളരും. ഭീഷണി വാക്കുകളോ, സാമ്പത്തിക പരാജയങ്ങളോ, രോഗത്തെക്കുറിച്ചുള്ള അറിവോ, നിരാശപ്പെടുത്തുന്ന ചിന്തകളോ എല്ലാം മനസ്സിനെ തളർത്തുന്നതാണ്. ഇങ്ങനെ മനസ്സ് തളർന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ കഴിവുള്ള കർത്താവായ യേശുവിനെക്കുറിച്ച് പറയുവാനാണ് ഈ വചനങ്ങൾ നാം ധ്യാനിക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേക സംഭവം നാം കാണുന്നു. ഈ 38 വർഷം, കുറഞ്ഞത് 38 വർഷമെങ്കിലും ആയിട്ട് തളർന്നു കിടക്കുന്ന ഈ മനുഷ്യൻ, അപ്പോൾ ഇദ്ദേഹത്തിന് അതിൽ കൂടുതൽ പ്രായം കാണും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ 38 വർഷം ഇവൻ്റെ രോഗത്തിന് പ്രായമുണ്ട്, ഇവൻ അതിൽ കൂടുതൽ പ്രായമുണ്ട്. ഇവനിപ്പോൾ എവിടെയാണ്? ഇവനിപ്പോൾ ഒരു പുണ്യസ്ഥലത്താണ്. ഏതാണ് ഈ പുണ്യസ്ഥലം? ബെഥെസ്ദ എന്ന് പറയുന്ന ഒരു പ്രത്യേക കുളത്തിൻ്റെ സമീപ പ്രദേശം. ഇത് ബൈബിളിൽ മറ്റൊരു സ്ഥലത്തും വിവരിച്ചിട്ടില്ലാത്ത ഒരു സ്റ്റോറിയാണ്. അതായത് എന്താണ് ഈ സ്ഥലത്തിൻ്റെ പുണ്യം, ഇവിടെ എന്താണ് അത്ഭുതം, ഒന്നും വിശദീകരിക്കാൻ കഴിയില്ല. എങ്കിലും ഞാൻ ചുരുക്കമായിട്ട് പറയാം. ഈ സ്ഥലത്ത് ഒരത്ഭുതം നടക്കുന്നു എന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നു. യഹൂദന്മാരുടെ ആരാധനാലയത്തിന് സമീപമുള്ള ഒരു കുളമാണിത്.
ഈ കുളത്തിന് പല പല കവാടങ്ങളുണ്ട്, വലിയ ക്ഷേത്രക്കുളം പോലെ. ഇതിൻ്റെ പണികളും ഇതിനകത്തെ കാര്യങ്ങളുമെല്ലാം മനുഷ്യൻ എന്തൊക്കെയോ അത്ഭുതങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളാണ്. ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു ഐതിഹ്യം, ഇവരുടെ വിശ്വാസം ഇതാണ്: ഇവിടെ വല്ലപ്പോഴും ഒരിക്കലൊരു മാലാഖ ഇറങ്ങി വരികയും ഈ കുളത്തിലിറങ്ങിയിട്ട് വെള്ളം ഇളക്കിയിട്ട് പോവുകയും ചെയ്യും. അങ്ങനെ മാലാഖ വന്ന് ഈ കുളത്തിലിറങ്ങി വെള്ളം ഇളക്കിയിട്ട് പോയാൽ ഉടൻ തന്നെ അവിടെ ഒരു സൗഖ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കും. ആദ്യം ആ വെള്ളത്തിലേക്ക് ചാടുന്ന വ്യക്തി എന്ത് രോഗമാണെങ്കിലും സൗഖ്യമാകും. ക്യാൻസർ ആണെങ്കിലും മറ്റേതെങ്കിലും രോഗമായാലും ഏത് പ്രശ്നമാണെങ്കിലും ഈ വെള്ളത്തിലേക്ക് ആദ്യം ഇറങ്ങിയാൽ സൗഖ്യം. ഈ ഒരു സങ്കല്പം, ഈ ഒരു വിശ്വാസം അവിടെ ഉണ്ടായിരുന്നു. യേശു അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല, നിരുത്സാഹപ്പെടുത്തുന്നുമില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ഇത് അവരുടെ സങ്കല്പമായിരുന്നു. യേശു ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല, നിരുത്സാഹപ്പെടുത്തുന്നുമില്ല. പിന്നെ യേശുവിന് ഈ വിഷയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, ബൈബിളിൻ്റെ കാഴ്ചപ്പാട്, ഞങ്ങളുടെ കാഴ്ചപ്പാട് വ്യക്തമാക്കാം. അത് പറഞ്ഞതുകൊണ്ട് ഭൂമിയിൽ ഒരു പുണ്യസ്ഥലവും ബൈബിൾ അംഗീകരിക്കുന്നില്ല. ഒരു സ്ഥലത്തിന് പ്രാധാന്യതയുണ്ട് എന്നത് മതങ്ങളുടെ ഒരു കൺകെട്ടാണ്. അത് നിങ്ങളുടെ വിശ്വാസത്തെ വേദനിപ്പിക്കുമെങ്കിൽ ഞാനത് വിവരിക്കുന്നില്ല. ചില സ്ഥലങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിരപരാധികളായ ഭക്തജനങ്ങളെ അങ്ങോട്ട് വലിച്ച് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന പദ്ധതി പണ്ട് തൊട്ടേ ഉണ്ട്, യേശുവിൻ്റെ കാലത്തുമുണ്ട്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് യേശു പലസ്തീൻ നാട്ടിലാണ് നടന്നത്, അതുകൊണ്ട് നിങ്ങൾ പലസ്തീനിൽ വന്നാൽ രക്ഷപ്പെടാം എന്നല്ല. നിങ്ങൾക്ക് കൂത്താട്ടുകുളത്ത് വെച്ച് രക്ഷപ്പെടാം, നിങ്ങൾക്ക് തൃശ്ശൂർ വെച്ച് രക്ഷപ്പെടാം, നിങ്ങൾക്ക് തിരുവനന്തപുരത്തോ കന്യാകുമാരിയിലോ വെച്ച് യേശുവിനെ സമീപിക്കാം. യേശുവിൻ്റെ വാക്ക്, 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാൽ ഞാൻ അവരുടെ നടുവിലുണ്ട്. എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ മിശിഹാ തമ്പുരാൻ ഒരു പ്രത്യേക സ്ഥലത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല, ഒരു പ്രത്യേക സ്ഥലത്ത് ശക്തി ഉണ്ടെന്ന് പഠിപ്പിക്കുന്നില്ല. എന്നാൽ ഇത് നിലവിലുള്ള ഒരു ആചാരം, ഒരു സങ്കല്പം, ഒരു വിശ്വാസം. എന്താണ് ആ വിശ്വാസം? തീരാവ്യാധിക്കാർ, മുടന്തന്മാർ, വായിച്ച് കേൾപ്പിക്കാം. കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ എന്നിങ്ങനെ ധാരാളം തീരാവ്യാധിക്കാർ ഈ സ്ഥലത്ത് വന്ന് കിടന്നിരുന്നു. അതത് സമയത്തൊരു ദൂതൻ ഈ വെള്ളത്തിലിറങ്ങുന്നു. ആ ദൂതൻ വെള്ളത്തിലിറങ്ങിയിട്ട് കയറിയാൽ ആദ്യം ഇറങ്ങുന്ന രോഗി സൗഖ്യമാകും. ഇതാണ് ഇവിടുത്തെ സങ്കല്പം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? മറ്റു പുണ്യസ്ഥലങ്ങളെ പോലെ തന്നെ ധാരാളം രോഗികൾ ഈ സ്ഥലത്ത് വന്ന് സ്ഥിരതാമസം തുടങ്ങി. കാരണം എപ്പോഴാണ് മാലാഖ വരുന്നതെന്ന് ആർക്കും അറിയില്ല. അത് രാത്രി വരാം, രാവിലെ വരാം, തിങ്കളാഴ്ച വരാം, വെള്ളിയാഴ്ച വരാം, ജൂൺ മാസത്തിൽ വരാം, ജനുവരി മാസത്തിൽ വരാം, ഡിസംബറിലാവാം. അതുകൊണ്ട് എന്തു വന്നു? ഒരു മരുന്നും ഇല്ലാത്ത രോഗികൾ, ഡോക്ടേഴ്സ് ഉപേക്ഷിച്ച രോഗികൾ, കുടുംബക്കാർക്കും ഭാരമായി തീർന്ന രോഗികൾ. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വിഷയം മനസ്സും അടുത്തവർ, എല്ലാവരാലും കൈവിടപ്പെട്ടവർ. വൈദ്യശാസ്ത്രത്തിനോ മതങ്ങൾക്കോ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ രാഷ്ട്രത്തിനോ പ്രത്യേകിച്ച് ഒന്നും സഹായിക്കാൻ കഴിയാതെ എല്ലാ വിധത്തിലും തകർന്ന മനസ്സും അടുത്ത ആൾ ഇവർ കിടക്കുന്ന സ്ഥലമാണിത്. വളരെ നാളുകൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു. എന്നെങ്കിലും ഒരിക്കൽ ഒരു സൗഖ്യം കിട്ടുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഇങ്ങനെ ഇവരിവിടെ വന്ന് കിടക്കുന്നു. നിങ്ങൾക്കത് മനസ്സിൽ കാണാൻ പറ്റുമോ?
ഇവിടെ ഒരു മനുഷ്യനെ യേശു കാണുന്നു. നോക്കൂ, എന്നാൽ 38 വർഷം രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. 38 വർഷം ഒരു മനുഷ്യൻ ഈ സ്ഥലത്ത് കിടക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ സങ്കല്പിക്കേണ്ടി വരുന്നു. വെറും ഒരു കുളത്തിൻ്റെ കരയിൽ കടപ്പുറത്ത് കിടക്കുന്ന പോലെ, ആറ്റുതീരത്ത് കിടക്കുന്ന പോലെ ഒരു കിടപ്പല്ല. ഇവിടെ ടെമ്പററി ഷെഡല്ല, ഒരുവിധം നല്ല ഷെഡുകൾ ഇതിനോടകം ആളുകൾ പണിതു കഴിഞ്ഞു. വീണ്ടും ഞാൻ ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർക്കുന്നു. ഇവിടെ ധാരാളം സന്ദർശകരും വരുന്നുണ്ട്. കാരണം ദൂതൻ വരുന്ന സ്ഥലം, ക്യാൻസർ രോഗികൾ സൗഖ്യമാകുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സും ഇവിടെ ഉണ്ടാവും. മൂന്നാമത് ഒരു സങ്കല്പവും കൂടെ വരുന്നു. ഈ വരുന്നവരൊക്കെ ഒരു ചെറിയ വഴിപാട്, ഒരു ചെറിയ ഹെൽപ്പ് ഈ നിർധനരായ, ആലംബഹീനരായ, ഈ കുരുടരും മുടന്തരും കുഷ്ഠരോഗികളും തീരാവ്യാധിക്കാരും ആയവരല്ലേ കിടക്കുന്നത്. പെരുന്നാൾ സ്ഥലത്തും പുണ്യസ്ഥലത്തൊക്കെ പോയാൽ നമ്മളും കൊടുക്കുമല്ലോ 2 രൂപ 1 രൂപ. അങ്ങനെ ഒരു ചെറിയ സാമ്പത്തിക സഹായം ചെയ്യാനുള്ള ആളുകളും ഇവിടെ വരുന്നുണ്ട്. ഇങ്ങനെ മറ്റ് ഇതര പുണ്യസ്ഥലങ്ങൾ പോലെ ഇവിടം ഡെവലപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം 38 വർഷമായിട്ട് ഒരു മനുഷ്യൻ കിടക്കുന്നത് യേശു പിടിച്ചു. ബാക്കിയുള്ളവരുടെ എല്ലാം ബയോഡാറ്റ നമുക്ക് കിട്ടിയിട്ടില്ല. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. ഇങ്ങനെയുള്ള ഒരു പുണ്യസ്ഥലത്ത് യേശു അതുവഴി വന്നു. യേശു എവിടെ തൊട്ടാലും വ്യത്യസ്തതയുണ്ട്. യേശു ആ സ്ഥലത്ത് വന്നു. അവിടെ വന്നപ്പോൾ ഈ മനുഷ്യനെ കണ്ടു. 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. 38 വർഷമായിട്ടൊരു മനുഷ്യൻ അവിടെ കിടക്കുന്നു. നിങ്ങൾക്ക് അവൻ്റെ നിരാശ കാണാൻ പറ്റുമോ? നിങ്ങൾക്ക് അവൻ്റെ ശാരീരിക മാനസിക അവസ്ഥ അളക്കാൻ പറ്റുമോ? ഇതുപോലെ മനസ്സുമടുത്ത ധാരാളം ആളുകൾ ലോകത്തിലുണ്ട്. എന്നാൽ യേശുവിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് നമുക്ക് പഠിക്കേണ്ടത്. മനസ്സുമടുത്ത ഒരാളോട് യേശുവിന് പറയാനുള്ളത് എന്താണ്? നമുക്ക് നോക്കാം. പ്രധാന ഭാഗത്തേക്ക് വരുന്നു, നിങ്ങളുടെ ശ്രദ്ധ പതറരുത്. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നവനോട് ചോദിച്ചു. ഇവൻ കിടക്കുന്നത് 38 വർഷമായിട്ട് കിടക്കുന്നു. അതായത് യേശുദമ്പുരാൻ ഭൂമി വന്നിട്ട് 30 വർഷമായുള്ളൂ മനുഷ്യനായിട്ട് അവതരിച്ചിട്ട്. അതിനു മുമ്പ് ഇവൻ കിടപ്പുണ്ട്. ഇവനെ സൗഖ്യമാക്കാമെന്ന് ഈ പുണ്യസ്ഥലത്തിൻ്റെ സൂക്ഷിപ്പുകാർ വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇത്രയും നിന്നത്. ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, 38, ഒരു പുരുഷായുസിൻ്റെ പകുതി ഒരു കുളത്തിൻ്റെ കരയിൽ ഒരു മനുഷ്യൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ ദീർഘക്ഷമയാണ് സമ്മതിക്കേണ്ടത്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വാക്ക് കടത്തി പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കരുത്. ഇത് മതങ്ങളുടെ ചിത്രമാണ്. ഒരു ഫലവും കിട്ടിയില്ലെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും കിട്ടുമെന്നോർത്ത് പുണ്യസ്ഥലങ്ങളെയും പുണ്യവാന്മാരെയും സങ്കല്പങ്ങളെയും മനസ്സിൽ ധ്യാനിച്ച് പ്രതീക്ഷിച്ച് കഴിയുന്ന ജനലക്ഷങ്ങൾ ഇവിടെയുണ്ട്. അവരുടെ കയ്യിലുള്ളതെല്ലാം കൊടുത്തും മേടിച്ചും അവരിങ്ങനെ കഴിഞ്ഞു പോകുന്നു. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ സാഹചര്യങ്ങളോട് ഇണങ്ങുന്നു. ഈ ബലഹീനത ഒരു സുഖമായി മാറുന്നു. ഞാനിങ്ങനെ സങ്കല്പിക്കുന്നു, ഇവനിവിടെ ന്യായമായ ഒരു വരുമാനവും കിട്ടിത്തുടങ്ങി. ഇവൻ അവിടെ ഒരു സ്ഥിരമായ കിടക്കയുമുണ്ട്. യേശുവിനോട് പറഞ്ഞ വാചകത്തിൽ അത് കാണാം. യേശുവിനോട് എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക. ഇവൻ വെറുതെ ഒരു തുണി വിരിച്ച് കിടക്കുകയല്ല. ഞാൻ വചനത്തിൻ്റെ വെളിച്ചത്തിൽ പറയാം, ഇവൻ ഇവിടെ ഒരു ബെഡുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവൻ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പ്ലാനില്ല, സൗഖ്യമാകുന്ന പ്രതീക്ഷയുമില്ല. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു.
ഇതാണ് ഈ മനുഷ്യൻ്റെ അവസ്ഥ. പക്ഷെ കർത്താവായ യേശു അവനോട് ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? യേശു എന്താ അങ്ങനെ ചോദിച്ചത്? അതിൽ നിന്നാണ് ഞാനിതെല്ലാം പറഞ്ഞത്. അവൻ എന്തിനു വേണ്ടി ഈ പുണ്യസ്ഥലത്ത് വന്നു എന്ന് അവനിപ്പോൾ മറന്നുപോയി. അവൻ്റെ യഥാർത്ഥ ലക്ഷ്യം അവനിപ്പോൾ മറന്നുപോയി. വാസ്തവത്തിൽ നമുക്കിവിടെ നിന്നുകൊണ്ട് ചിന്തിക്കാം, നമ്മിൽ പലരുടെയും അവസ്ഥ ഇതല്ലേ? നമ്മൾ എന്തിനു വേണ്ടിയാണ് വാസ്തവത്തിൽ മതങ്ങളെ ആശ്രയിച്ചത്, എന്തിനു വേണ്ടി ദൈവത്തെ വിളിച്ചു എന്ന ചിന്ത പോലും മറന്നുപോയി. പോട്ടെ, നമുക്ക് നമ്മുടെ വിഷയത്തിൽ വരാം. എല്ലാം തകർന്ന, മനസ്സുമടുത്ത, ഉപേക്ഷിക്കപ്പെട്ട ഈ മനുഷ്യനോട് യേശു ചോദിക്കുന്നത്, നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? പെട്ടെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു. ഇങ്ങനെ ചോദിക്കുമ്പം ഇവൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുള്ള വകുപ്പുണ്ട്. പൊന്നു സാറേ, മനസ്സില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് കിടക്കുമോ? മനസ്സില്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് വരുമോ? എനിക്കൊരു വീടും കുടുംബവും ഒക്കെ ഉള്ളതല്ലേ. ഞാൻ എന്തിനാണ് ഈ കുളത്തിൻ്റെ കരയിൽ കിടക്കുന്നത്? എനിക്ക് മനസ്സുണ്ട്, അല്ലെങ്കിൽ ഞാനിവിടെ വരുമോ? പക്ഷേ ഹൃദയത്തെ അറിയുന്ന, ചിന്തകളെ അറിയുന്ന ദൈവപുത്രൻ യേശുതമ്പുരാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി മനസ്സലിവുള്ള കർത്താവ് അവനോട് ചോദിക്കുക, നിനക്ക് യഥാർത്ഥത്തിൽ സൗഖ്യം താല്പര്യമുണ്ടോ? ഞാൻ നിങ്ങളോടൊരു ആത്മീക സന്ദേശം പറയാനാണ് ഈ ഭാഗമെല്ലാം വായിപ്പിച്ചത്. യഥാർത്ഥത്തിൽ കർത്താവായ യേശു നമ്മെ സൗഖ്യമാക്കണമെങ്കിൽ, നമ്മെ വിടുവിക്കണമെങ്കിൽ നമുക്കൊരു മനസ്സുണ്ടാകണം. അതായത് ദൈവം തമ്പുരാൻ നേരിട്ട് നമ്മുടെ അകത്ത് കയറി നമ്മുടെ പ്രശ്നങ്ങളെ എടുത്തു മാറ്റത്തില്ല. നാം നമ്മുടെ മനസ്സ് തുറക്കണം. യേശു അവനോട് ചോദിക്കുക, നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് താല്പര്യമുണ്ടോ? എങ്കിൽ ഞാൻ ഇടപെടാം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാമെന്ന്. ഈ ചോദ്യത്തിന് അവൻ പറഞ്ഞ ഉത്തരം, രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തിന് എനിക്ക് മുമ്പായി ഇറങ്ങുന്നു. ഇവൻ്റെ രണ്ട് പ്രശ്നം, എനിക്കാരുമില്ല എന്ന് പറഞ്ഞാൽ അനാഥത്വം. എനിക്കാരുമില്ല. ഇങ്ങനെ നിലവിളിക്കുന്ന അനേകം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. എനിക്കാരുമില്ല. എനിക്കാരുമില്ലെന്ന് പറയുന്നവൻ്റെ മുൻപിൽ ആണ് യേശു നിൽക്കുന്നത്. ഇനി നിനക്കാരുമില്ലെന്ന് പറയരുത്. നിന്നെ സഹായിക്കാൻ കഴിവുള്ളവനാണ് നിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്കാരുമില്ല എന്ന് ഇവൻ വാ തുറന്നു പറഞ്ഞു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ പ്രായത്തിലോ ക്ഷീണത്തിലോ രോഗത്തിലോ ഇരിക്കുന്നെങ്കിൽ നിങ്ങളോട് ഞാൻ കർത്താവിൻ്റെ വചനത്തിൽ നിന്നൊരു സന്തോഷ വാർത്ത പറയട്ടെ. ആരുമില്ലാത്തവരുടെ അത്താണിയാണ് യേശു. ആരുമില്ലാത്തവർക്ക് ആശ്വാസം തരാൻ വേണ്ടി വന്നവനാണ് യേശു. കർത്താവായ യേശുവിനെ കുറിച്ച് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചു. VIPസിൻ്റെ വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്ന ഉന്നതന്മാരുമായിട്ട് ബന്ധമുള്ള യേശു എന്തിനാണ് ഈ അനാഥർ മാത്രം കിടക്കുന്ന കുളക്കരയിൽ വന്ന് നിൽക്കുന്നത്? ഇവിടെ കിടക്കുന്ന ഈ മനുഷ്യൻ്റെ പേര് മാർട്ടിൻ എന്നിരിക്കട്ടെ, അപ്പുറത്ത് കിടക്കുന്ന മനുഷ്യൻ്റെ പേര് ഏലിക്കുട്ടി എന്നിരിക്കട്ടെ, ഇതിൽ ആരോട് സംസാരിച്ചാലും അവർ പറയാൻ പോണത് എനിക്കാരുമില്ല. കാരണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുളത്തിൻ്റെ അടുത്ത് ഇട്ടിട്ട് പോകില്ല. അപ്പോൾ എല്ലാവരാലും കൈവിടപ്പെട്ടവരുടെ സ്ഥലത്ത് യേശു വന്ന് നിൽക്കുന്നു. ഇനിയും ഒരു സത്യം കൂടെ അതിനകത്ത് ഗ്രഹിക്കണം. ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് ആരൊക്കെയോ ഉണ്ടെന്ന്. പക്ഷേ യഥാർത്ഥം പറഞ്ഞാൽ എല്ലാവരും ഈ അവസ്ഥയിലാണ്. നമുക്കാരുമില്ലെന്ന് നാം എന്തെങ്കിലും ഒരിക്കൽ തിരിച്ചറിയും. നമുക്ക് പലരും ഉണ്ടെന്ന് നമുക്ക് തോന്നുമെങ്കിലും യഥാർത്ഥ പ്രശ്നത്തിൻ്റെ മുമ്പിൽ നമുക്കാരുമില്ലെന്ന് നാം ഇന്നല്ലെങ്കിൽ നാളെ അറിയും. അതെത്രയും വേഗത്തിൽ അറിഞ്ഞാൽ നല്ലത്. എനിക്കാരുമില്ലെന്നുള്ളതാണ് ഇവൻ്റെ ഒന്നാമത്തെ പ്രശ്നം. അതെ, മനസ്സ് തകർന്നൊരു മനുഷ്യൻ. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ ഉള്ളവർ എനിക്ക് അനുകൂലികളുമല്ല. ഞാൻ ചെല്ലാമെന്ന് വിചാരിച്ചാൽ അവർ എന്നെ ഓവർടേക്ക് ചെയ്ത് എനിക്ക് മുമ്പ് സൗഖ്യവും കൊണ്ടുപോകും. നിങ്ങൾ എന്നോടൊന്ന് സഹകരിച്ച് ശ്രദ്ധിക്കണം. ഇത് പുണ്യസ്ഥലമാണെങ്കിൽ, ഇത് ദൈവസ്ഥലമാണെങ്കിൽ, ദൈവം സഹായിക്കുന്ന സ്ഥലമാണെങ്കിൽ,
മുഖപക്ഷമില്ലാത്ത ദൈവമാണ് ഇതിൻ്റെ മാനേജരെങ്കിൽ ഇവിടെ ബലപ്രയോഗം നടത്തി സാമർഥ്യമുള്ളവന് സൗഖ്യം കിട്ടുമോ? വാസ്തവത്തിൽ ഇവിടെ മതങ്ങളുടെ മറ്റൊരു ചിത്രം വരുന്നു. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, പിടിപാടുള്ളവനും പണമുള്ളവനും സാമർഥ്യമുള്ളവനും വേണ്ടി നിൽക്കുന്ന ഒരു ദൈവമാണോ യഥാർത്ഥ ദൈവം? നോക്കൂ, ഇവൻ പറയുന്ന രണ്ടാമത്തെ പ്രോബ്ലം, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എൻ്റെ മുമ്പിൽ കയറുന്നു. മുമ്പിൽ കയറലാണ് LKG ക്ലാസ് മുതൽ മുമ്പിൽ കയറ്റമാണ്. പഠിത്തത്തിൽ മുമ്പിൽ കയറുക, ഓട്ടത്തിൽ മുമ്പിൽ കയറുക, ഇങ്ങനെ മുമ്പിൽ കയറി ബസ്സിൽ സീറ്റ് പിടിക്കാൻ മുമ്പിൽ കയറുക, റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാൻ മുമ്പിൽ കയറുക, അതൊക്കെ നമുക്ക് സഹിക്കാം. ഇവിടെ ഒരു രോഗി ആശുപത്രിയിൽ മുമ്പിൽ കയറ്റമാണ്. പക്ഷെ അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. പക്ഷെ ദൈവത്തിൻ്റെ അടുക്കലും ഈ മുമ്പിൽ കയറ്റമുണ്ടോ? ഞാൻ ബൈബിളിലെ സത്യം പറയാം. യേശുക്രിസ്തുവാണ് ഈ കേസ് അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ ഏറ്റവും പുറകിലേക്ക് അവൻ ആദ്യം ചെല്ലും. ഒരു ക്യൂ, ആരോഗ്യമുള്ളവരും പിടിപാടുള്ളവരും ഇൻഫ്ലുവൻസ് ഉള്ളവർ പണമുള്ളവരൊക്കെ മുൻപിലിടിച്ചു കയറി നിൽക്കുമ്പോൾ യേശുവാണ് ആ വിഷയത്തിൽ ഇടപെടുന്നതെങ്കിൽ അവൻ ഏറ്റവും പുറകിലേക്ക് ചെല്ലും. മുമ്പിൽ കയറാൻ കഴിവില്ലാത്ത, ധനമില്ലാത്ത, പിടിപാടില്ലാത്ത, സൗന്ദര്യമില്ലാത്ത അവനെ യേശു ആദ്യം അറ്റൻഡ് ചെയ്യും. നോക്കൂ, ഇവിടെ ഇവൻ്റെ അറിയുന്ന രണ്ടാമത്തെ പ്രശ്നം, ഈ ചുറ്റുമുള്ള ആളുകൾ ഏറ്റവും ബലഹീനനായ എന്നെ തള്ളിപ്പുറത്തേക്ക് മാറ്റിയിട്ട് അവർ ചാടും. ഞാൻ പറയുന്നു, ഇത് സാക്ഷാൽ ദൈവിക വിടുതലിൻ്റെ കേന്ദ്രമല്ല. ആയിരുന്നെങ്കിൽ യേശു അവനോട് പറയും, ഒരു കാര്യം ചെയ്തോളൂ, ഞാനിവിടെ നിൽക്കാം, അടുത്ത പ്രാവശ്യം ദൂതൻ വരുമ്പോൾ വെള്ളം കലക്കുമ്പോൾ നിന്നെ ഞാൻ ആദ്യം എടുത്ത് ഈ വെള്ളത്തിൽ മുക്കാം. അതിന് യേശുവിന് കഴിയും, നിശ്ചയമായിട്ടും കഴിയും. ഇവിടെ നിൽക്കുന്ന മുഴുവൻ പേരെയും തടഞ്ഞു മാറ്റിയിട്ട് ഈ പാവപ്പെട്ട രോഗിയെടുത്ത് വെള്ളത്തിലിറക്കി സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും. എന്നാൽ യേശു അവനോട് പറഞ്ഞത്, ഈ കുളവും ഇനി നിനക്ക് ആവശ്യമില്ല, നിന്നെ സഹായിക്കാൻ ആരുമില്ലെന്നുള്ള ചിന്തയും ഇനി എടുക്കണ്ട, കൂടെ കൂടെ നിന്നെ ഓവർടേക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ച് നീ ഭാരപ്പെടണ്ട, വിശ്വസിച്ചാൽ മതി, സൗഖ്യം ഇപ്പോൾ നിനക്ക് ലഭിക്കും. ഈ കുളത്തിന്റെ സഹായം കൂടാതെ, ഈ പരിസരവാസികളുടെ സഹായം കൂടാതെ യേശുവിന് സൗഖ്യം കൊടുത്തു. ഒരു മരുന്ന് ചെയ്തില്ല, ഒരു വഴിപാട് കഴിച്ചില്ല. യേശുവിനോട് പറയാ, ഇത്രയല്ലേ പ്രശ്നമുള്ളൂ, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് വീട്ടിൽ പോകാൻ പറഞ്ഞു. 38 വർഷമായി തളർന്നു കിടന്ന മനുഷ്യനോട് യേശു പറയാ കിടക്കയെടുക്കാൻ. എഴുന്നേക്കാൻ മേലാത്തവനോട്, വെള്ളത്തിലിറങ്ങാൻ മേലാത്തവനോട് പറയാ കിടക്കയെടുക്കാൻ. യേശുവിൻ്റെ വാക്കിൻ്റെ ശക്തിയാൽ അവൻ്റെ നരിയാണികളും ഞരമ്പും ബലപ്പെട്ടു. അവൻ എഴുന്നേറ്റു. അവൻ കിടന്ന കിടക്കയെടുത്ത് തലയിൽ വെച്ച് അവൻ നടന്ന് വീട്ടിൽ പോയി. വാസ്തവത്തിൽ ഇവൻ്റെ പ്രശ്നം എന്താണ്? ഇവൻ ശാരീരികമായി തളർന്നു, ഇവൻ മാനസികമായി തളർന്നു, സമൂഹത്തിലും അവൻ ഒറ്റപ്പെട്ടു. ഇവനെ സഹായിപ്പാൻ ഭൂമിയിൽ ആരുമില്ല. ഇവൻ ഏറ്റവും പ്രതീക്ഷിച്ചത് ഈ മതമാണ്, ഈ പുണ്യസ്ഥലമാണ്, ഈ പള്ളിയാണ്. പക്ഷെ അവിടെ എന്ത് വന്നെന്നറിയാവോ? അവിടെയും മിടുക്കുള്ളവർക്കേ രക്ഷയുള്ളൂ. ഞാൻ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ മുമ്പിൽ കയറും. എന്നാൽ യേശു പറയുന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ സാഹചര്യത്തിനകത്തും ഞാൻ നിന്നെ സഹായിക്കാം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ സാഹചര്യത്തിലും ഞാൻ നിന്നെ സഹായിക്കാം. പ്രിയപ്പെട്ടവരെ, ഏത് സാഹചര്യത്തിലും, നമ്മൾ ഇന്നത്തെ സന്ദേശത്തിൻ്റെ ഒടുവിലേക്ക് വരുന്നു, എത്ര കുഴഞ്ഞ സാഹചര്യത്തിലും, എത്ര തിരിച്ചു മറിഞ്ഞു കിടക്കുന്ന അന്തരീക്ഷത്തിലും യേശു പറയുന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം. അവൻ പറയുന്നു, ഈ കുളത്തിൽ എനിക്ക് പ്രതീക്ഷയില്ല, എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് പ്രതീക്ഷയില്ല, വേണ്ട, അത് കൂടാതെ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് കുറേ കൂടെ ക്ലോസ് ആയിട്ട് പറയട്ടെ, നിലവിലുള്ള യാതൊരു സംവിധാനങ്ങളുടെയും സഹായം കൂടാതെ ദൈവപുത്രനായ യേശുവിനെ നിങ്ങളെ സഹായിക്കാൻ പറ്റും. നിങ്ങൾ മനസ്സുമെടുത്തെങ്കിൽ കർത്താവിലേക്ക് തിരിയുക. പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എനിക്കാരുമില്ലെന്ന് പറഞ്ഞ മനുഷ്യനെ സഹായിപ്പാൻ ദൈവപുത്രൻ അവിടെ ചെന്നല്ലോ. അവൻ വീട്ടിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു. മതപരമായ അത്ഭുതങ്ങൾ ലഭിക്കുന്ന ആ സ്ഥലത്തും അവന് കഴിവില്ലാത്തതിനാൽ അവൻ തള്ളപ്പെട്ടു. എന്നാൽ അവനെ സൗഖ്യമാക്കിയ കർത്താവ് മനം മടുത്ത തളർന്നവരെ സഹായിപ്പാൻ ഇന്നും ജീവിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഈ വചനം കേട്ടവർ
മനസ്സും അടുത്ത് തളർന്നിരിക്കുന്നവർ കർത്താവിൻ്റെ വചനത്താൽ ജീവൻ പ്രാപിപ്പാൻ, സൗഖ്യം പ്രാപിപ്പാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.